ഹായ് ഫ്രണ്ട്സ്, സുജു ടെക്കിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. ഒരു ആൻറ്റി ഗ്രാവിറ്റി പറഞ്ഞൊരു ടേബിളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മളൊരു നൂലുമ്മ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ടേബിള്. അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് കണ്ടറിയാം എങ്ങനെ ഉണ്ടാക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയെന്നൊക്കെ. അപ്പോൾ നമുക്കിന്ന് നേരെ വീഡിയോക്ക് വിടാലോ. വീഡിയോക്ക് പോകണക്കാട്ട് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിന്ന് വീഡിയോക്ക് വിടാം. ജിയ പൈപ്പാണ് എടുത്തിട്ടുള്ളത്, ഒരു അരഞ്ച് പൈപ്പാണ്. ഇനി നമുക്ക് ഫ്രണ്ട്സ് ഇത് നമ്മൾ 11 ഇഞ്ചിൽ 2 പീസ് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 7 ഇഞ്ചിൽ ഒരു 4 പീസാണ് ഇനി വേണ്ടത്. അപ്പോൾ ഇത് മാറ്റിക്കാൻ നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മൾ 4 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്, 7 ഇഞ്ചിൽ 4 എണ്ണം. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ട. അപ്പോൾ ഇത് മാറ്റിക്കാം. അപ്പോൾ ഗൈസ് നമ്മളിനി ഒരു 11 ഇഞ്ചിൽ തന്നെ നമ്മളിനി 2 പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ 7 ഇഞ്ചിൽ ഒരു പൈപ്പ് കട്ട് ചെയ്തില്ലേ, ആ 7 ഇഞ്ചിൽ ഇനി നേരെ പകുതിയാക്കുക. അപ്പോൾ 3.5 ഇഞ്ചിൽ 2 കഷ്ണം വേണം. അപ്പോൾ നമ്മൾ ഇനി നമുക്കിത് വെൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഇതാ നമ്മളിത് ഇങ്ങനെ വെക്കുക, നമുക്കിതൊന്ന് വെൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഗൈസ് നമുക്കിത് വെൽഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതാ രണ്ടും വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ 2 പീസും ഒരുപോലെ നമ്മൾ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിതൊന്ന് വെൽഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെൽഡ് ചെയ്ത് വയ്ക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടെത്തി ഇതിൽ വെക്കണം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മളിതാ 2 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇത് അടുത്തതായിട്ട് ഫുള്ളായി ഗ്രൈൻഡ് ചെയ്ത് നല്ല ഫിനിഷ് ആക്കി എടുക്കണം. അപ്പോൾ ഗൈസ് നമുക്കിതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് ഒരു വൈറ്റ് കളറാണ് അടിക്കുന്നത്. അപ്പോൾ ഗായ്സ് ഇത് നമ്മൾ രണ്ടും പെയിന്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഇത് നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ സാധനം കേട്ടാ 2 നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡ്രില്ല് വെച്ചിട്ട് ഹോൾ ഇടാം. അപ്പൊ ആദ്യമായിട്ട് നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇവിടെ ആയിട്ടൊരു ചെറിയ ഹോൾ ഇടണം. ഒരു നൂല് കയറാനുള്ള ഒരു ഹോളെ പാടുള്ളൂ. അപ്പൊ അറ്റത്തായിട്ട്. അപ്പൊ ഗായ്സ് നമ്മളിതാ ഇവിടെ ഹോളടിച്ചൊന്ന് മാറിപ്പോയി. ഇവിടെ അല്ല വേണ്ടത്, നമുക്ക് ഇവിടെയാണ് വേണ്ടത്. ഇവിടെ 2 എൻഡിലായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് അടിച്ചു കൊടുക്കാം. ഏകദേശം സെന്റർ ആക്കിയിട്ട് അടിച്ചു കൊടുക്കാം. അപ്പൊ ഗായ്സ് നമ്മളെ കഥയിലെ കഥാപാത്രം കണ്ടാ നല്ല സ്ട്രോങ് ആണ്. ഇതാണ് നമ്മുടെ നൂല്. ഈ നൂലുമലാണ് നമുക്ക് ഇതിനെ ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ആള് ഭയങ്കര പവറാട്ടാ, ഭയങ്കര പവർഫുള്ളാണ്. അപ്പൊ നമുക്കിന്ന് തുടങ്ങാം. അപ്പൊ ഗായ്സ് നമ്മളിത് ആദ്യം ഈ ഹോളിലാണ് നമ്മൾ കെട്ടേണ്ടത് നൂല്. അപ്പൊ ഇതാ ഈ ഹോളിൽ കൂടെ ഒന്ന്. അപ്പൊ ഗായ്സ് ഇത് നമ്മളിത് നൂല് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് ഇതിനുള്ളിൽ കൂടെ പോരാണ്ടിരിക്കാൻ ഒരു കെട്ടിട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ ഒരു കെട്ടിട്ട് അതിന് മീതെ കൂടെ തന്നെ ഒരു കെട്ടും കൂടി ഇടണം. നമുക്കത് ലോഡ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നൂലും കൊണ്ട് വരാൻ പാടില്ല. അപ്പം നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക കെട്ട്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടാ സംഭവം ലോഡായിട്ടുണ്ട്. കറക്റ്റ് ടൈറ്റായി. ഞാനെ പിടിച്ച് വെച്ചാലും പോയില്ല പോകുന്നു. അപ്പൊ ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തും നമുക്കൊരു ഏകദേശം ഒരു ഇത്ര നീളത്തിൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് തരാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതാണ് ഫിറ്റ് ചെയ്യേണ്ടത്.
അപ്പൊ അധികം ഹൈറ്റ് വേണ്ട, നമുക്കൊരു ഏകദേശം ഈ ഹൈറ്റ് മതി. അപ്പൊ ആ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ എടുക്കണം നമുക്ക് നൂല്. അപ്പൊ ഇനിയാണ് കുറച്ച് ടാസ്ക്. അപ്പൊ ഇനി നമുക്ക് ഏകദേശം ഒരളവിൽ നമുക്ക് ഏതെങ്കിലും ഒരു ചരട് ഒന്ന് കെട്ടിയെടുക്കണം. നമ്മളെ ഏകദേശം ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഇത്ര ഹൈറ്റ് മതി, വല്ലാണ്ട് ഹൈറ്റ് വേണ്ട. അപ്പൊ ഏകദേശം ഹൈറ്റിൽ നമുക്കൊരു കെട്ടിട്ട് വെച്ചോളൂ. ഒരു കെട്ടിട്ട് നമ്മൾ അടുത്ത കെട്ടിട്ട് കൊടുത്ത് ഇപ്പൊ മൂന്നാമത്തെ കെട്ട്. ഇനി നമുക്ക് ഈ നൂലൊന്ന് കട്ട് ചേർക്കാം. അപ്പോൾ ഈ ഹൈറ്റിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഹൈറ്റ് കൂടി, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കുറയ്ക്കാം. ഏകദേശം ഇത്ര മതിയാവും. നമുക്ക് ഒന്നുകൂടി കുറച്ച് കയറ്റിയിട്ടൊന്ന് കെട്ടിട്ടുള്ളൂ. ഇപ്പം 2 കെട്ടിട്ട് മൂന്നാമത്തെ കെട്ടും നമ്മൾ ഇട്ടിരിക്കുന്നു. നമുക്ക് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തോളാം. ഇത് നമ്മൾ ഇരുമ്പിലെല്ലാം ചെയ്തെടുക്കണമെന്നില്ല, നമുക്ക് മരത്തിലായാലും ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അടുത്തതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. നമുക്ക് ഇനി ഇപ്പൊ ഏകദേശം കറക്റ്റ് സെന്ററാണ് നമ്മൾ സ്പിറ്റിലേല്. അപ്പൊ നമുക്ക് ഇനി ഇതിൽ വെച്ച് കെട്ടാം. ഏകദേശം ഇതിലാണ് നമ്മൾ കെട്ട് വരുന്നത്. ഇപ്പൊ ഏകദേശം കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ വെച്ചിട്ട് ഇട്ടുകൊടുക്കാം. ഏകദേശം കുഴപ്പമില്ലാത്തൊരു ലെവലാണ്. അപ്പൊ അത്ര മതി. അപ്പൊ നമുക്ക് ഈ കെട്ട് 3 ഇട്ടു. അതും കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ അതാണ് നമ്മളിത് ഇവിടെ കെട്ടിട്ടെടുത്ത് 1 2 3. അപ്പോൾ 3 കെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 കെട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ വല്ലാണ്ട് നമ്മളിതിന് മേലെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കയറ്റി വയ്ക്കും. അപ്പോൾ വല്ലാണ്ട് ലോഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 കെട്ടിടുന്നത്.
നമുക്ക് എത്ര കെട്ട് വേണമെങ്കിലും ഇടാം, 3 4 കെട്ടിടാം. അപ്പോൾ അതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ക ലോഡായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മള് ഇങ്ങനെയല്ല വാട്ടർ ലെവൽ നോക്കി, ഇനി ഇങ്ങനെ നോക്കണം. അപ്പൊ ഇങ്ങനെ സ്പിരിറ്റ് ലെവൽ നമുക്ക് ഇവിടെ വെച്ചെടുക്കാം. മുമ്പായിട്ട് നമുക്ക് നൂലൊന്ന് ഒരു ഇത്ര നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളത് അതിൻ്റെ ഉള്ളിൽ കൂടെ നൂലിട്ട് അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മളെ സംഭവം. ഇതാ റെഡി ആയിട്ടുണ്ട്. കണ്ട ഒരു 3 നൂലിലാണ് സംഭവം നിൽക്കുന്നത്, വേറെ എവിടെയും ടച്ച് ആയിട്ടില്ല. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് കണ്ട. സംഭവം പൊളിയല്ലേ? അപ്പൊ ഇനി അവിടുത്തതായത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഇതും എത്ര വെയിറ്റ് വരെ പോകുന്നതാണ്. അപ്പൊ നമുക്ക് ഏകദേശം വെയിറ്റ് ഒന്ന് കയറ്റിച്ചു കൊടുക്കാം. ഇത് വേറെ സംഭവത്തിലുണ്ടാകും കേട്ടോ, ഒന്നും കൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ടാക്കാം. നമുക്ക് ഇതാ ഇതിലും കൂടി ഒരു നൂല്, ഇതാ ഈ ഹോളിലൊരു നൂല് കെട്ടുക, ഇവിടെ ഒരു ഹോൾ അടിച്ച് നൂല് കെട്ടുക, അതുപോലെ അപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒന്നും കൂടി പവറാവും സാധനം. അപ്പൊ നമുക്ക് ഒരുപാട് വെയിറ്റ് നമുക്ക് ഇതിൽ കൊടുക്കാം. അപ്പൊ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്ര വെയിറ്റ് വരെ പോകുമെന്ന്. അപ്പൊ സംഭവം കണ്ടില്ലേ? അപ്പൊ ഇനി നമ്മളിതിൽ വെയിറ്റ് ഒന്ന് കയറ്റിച്ചു കൊടുക്കണം. അപ്പൊ ഗൈസ് ഇതാ നമ്മള് ഇനി വെയിറ്റ് വെച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ നല്ലൊരു വെള്ള ടൈല് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെയിറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നും കാണാനില്ല, സംഭവം നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് വെക്കാൻ പോണത് ഇതാ നമ്മളെ പഴയ ഫ്ലവർ പോട്ടാണ്. അപ്പൊ ഇത് വെച്ചോക്കാം. ഇത് വെച്ച് കഴിഞ്ഞാൽ വീഴുമോന്ന് അറിയില്ല. ഇത് വെച്ച് ഏകദേശം തീരുമാനം. അപ്പൊ എന്തായാലും ഇത് നമ്മളെ സംഭവം ഇതിരിക്കില്ല കേട്ടാ, ഇത് വെയിറ്റ് താങ്ങണില്ല. ഒരു എത്ര വെയിറ്റുള്ള ഒരു ടൈല് ഭാരം താങ്ങും. ഇത്ര ചെറിയ നൂലല്ല, ഇതും കൂടിയും സ്ട്രോങ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സംഭവം നല്ല വെയിറ്റ് കൂടി സംഭവം ഇരിക്കും.